തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം ഇന്ത്യയിൽ വാമന പ്രതിഷ്ഠയുള്ള വളരെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണത്തിന് കീഴിലുള്ളതാണ് ഈ ക്ഷേത്രം. എറണാകുളം ജില്ലയിലെ തൃക്കാക്കരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പ്രധാന പ്രതിഷ്ഠ ചതുർബാഹുവായ മഹാവിഷ്ണുവാണ്. എന്നിരുന്നാലും ഭഗവാന്റെ അഞ്ചാമത്തെ അവതാരമായ വാമനന്റെ പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. കൂടാതെ പരമശിവനും തുല്യ പ്രാധാന്യത്തിൽ ഇവിടെ പ്രത്യേകം ക്ഷേത്രത്തിൽ വാഴുന്നുണ്ട്. ഇവിടുത്തെ പ്രധാന ഉത്സവം ചിങ്ങമാസത്തിലെ ഓണം അഥവാ തിരുവോണം ആണ്. തിരുവോണം മഹാവിഷ്ണുവിന്റെ തിരുനാളായും വാമനന്റെ അവതാര ദിവസമായും മഹാബലി അനുഗ്രഹിക്കപ്പെട്ട ദിവസമായും ആഘോഷിക്കപ്പെടുന്നു. ഓണാഘോഷം ഈ ക്ഷേത്രത്തിൽ കെങ്കേമമായി നടത്തപ്പെടുന്നു. അത്തം നാളിൽ ആരംഭിച്ച് തിരുവോണത്തിന് അവസാനിക്കുന്ന 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഇവിടെയുള്ളത്. ജാതി മതഭേദമന്യേ ആളുകൾ ഇവിടുത്തെ ഓണസദ്യയിൽ പങ്കെടുക്കുന്നു. മറ്റൊരു ഉത്സവം മഹാശിവരാത്രിയാണ്. തമിഴ് വൈഷ്ണവ ഭക്ത കവിയായ ആഴ്വാൻമാർ പാടിപ്പുകഴ്ത്തിയ 108 ദിവ്യദേശങ്ങളിൽ ഒന്നുകൂടിയാണ് തൃക്കാക്കര ക്ഷേത്രം. കിഴക്കോട്ടാണ് ക്ഷേത്രത്തിന്റെ ദർശനം. ക്ഷേത്രത്തിന്റെ 4 ഭാഗത്തും വഴികളുണ്ട്. 8 ഏക്കറിലധികം വിസ്തീർണം വരുന്ന അതിവിശാലമായ ക്ഷേത്ര സമുച്ചയമാണ് തൃക്കാക്കരയിലേത്. ഇതിനകത്ത് 2 ക്ഷേത്രങ്ങളുണ്ട്, വാമന ക്ഷേത്രവും ശിവക്ഷേത്രവും. ശിവക്ഷേത്രത്തിനാണ് പഴക്കം കൂടുതലുള്ളത്. മഹാബലി തികഞ്ഞ ശിവഭക്തനായിരുന്നു എന്നാണ് പുരാണങ്ങളിൽ പറയപ്പെടുന്നത്. അദ്ദേഹം ആരാധിച്ചിരുന്ന സ്വയംഭൂവായ ശിവലിംഗമാണ് ശിവക്ഷേത്രത്തിലുള്ളതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ശിവനെ വന്ദിച്ച ശേഷം വേണം വാമനനെ വന്ദിക്കാനെന്നാണ് ക്ഷേത്രത്തിലെ ആചാരം. 2014 ഈ ശിവക്ഷേത്രവും ഇതിനകത്തുള്ള ഉപദേവ ക്ഷേത്രങ്ങളും പുതുക്കിപ്പണിതു. മുമ്പുണ്ടായിരുന്ന ക്ഷേത്രം അപൂർണമായ നാലമ്പലത്തോടെയാണ് നിലകൊണ്ടിരുന്നത്. എന്നാൽ ഇന്നത്തെ ക്ഷേത്രത്തിന് പൂർണമായ നാലമ്പലവും പ്രത്യേക തിടപ്പള്ളിയും കിണറുമെല്ലാം ഉണ്ട്. ശിവക്ഷേത്രത്തിന്റെ തൊട്ടു മുമ്പിലായാണ് മഹാബലിയുടെ സിംഹാസന പ്രതിഷ്ഠയുള്ളത്. ശിവക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്ത് മഹാവിഷ്ണു ക്ഷേത്രം അഥവാ വാമനമൂർത്തി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ശിവക്ഷേത്രത്തെ അപേക്ഷിച്ച് വലിപ്പം കൂടുതലാണ് വാമന ക്ഷേത്രത്തിന്. ഇതിനോട് ചേർന്ന് ഗോപുരങ്ങളും ആനക്കൊട്ടിലും ശിവേലിപ്പുരയും കൊടിമരവുമെല്ലാം ഉണ്ട്. സാമാന്യം വലിപ്പമുള്ള ആനക്കൊട്ടിലാണ് ഇവിടെയുള്ളത്. 4-5 ആനകളെ എഴുന്നള്ളിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. ആനക്കൊട്ടിലിനപ്പുറം ഭഗവത് വാഹനമായ ഗരുഡനെ ശിരസിലേറ്റുന്ന കൊടിമരം സ്ഥിതി ചെയ്യുന്നു. കൊടിമരത്തിനപ്പുറത്താണ് ക്ഷേത്രത്തിലെ ബലിക്കൽ പുര സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വലിയ ബലിക്കൽ സ്ഥിതി ചെയ്യുന്നു. ബലിക്കൽ പുരയുടെ മച്ചിൽ ബ്രഹ്മാവിന്റെയും അഷ്ടദിക്പാലകരുടെയും രൂപങ്ങൾ കൊത്തിവച്ചിട്ടുണ്ട്. കിഴക്കും പടിഞ്ഞാറും നടകളിലുള്ള ഗോപുരങ്ങൾക്ക് നേരെ മുന്നിലും ക്ഷേത്രമതിൽക്കെട്ടിനകത്ത് തെക്കു ഭാഗത്തും അരയാൽ മരങ്ങളുണ്ട്. ഒരു അരയാൽ മരത്തിന്റെ ചുവട്ടിൽ നാഗദൈവ പ്രതിഷ്ഠയുണ്ട്. നാഗരാജാവായി അനന്തനും നാഗയക്ഷിയും നാഗകന്യയും നാഗചാമുണ്ടിയും ചിത്രകൂടവുമാണ് ഇവിടെയുള്ളത്. വടക്കുഭാഗത്ത് ആനകളെ നിർത്തുന്ന സ്ഥലമാണ്. ഇതിനപ്പുറത്ത് ചെറിയൊരു ക്ഷേത്രക്കുളമുണ്ട്. കപിലതീർത്ഥം എന്നാണ് ഇതിന്റെ പേര്. ക്ഷേത്രപ്രതിഷ്ഠ നടത്തിയതെന്ന് കരുതപ്പെടുന്ന കപില മഹർഷിയുടെ പേരിൽ അറിയപ്പെടുന്ന ഈ കുളം വളരെ പവിത്രമായി കരുതപ്പെടുന്നു. ക്ഷേത്രതന്ത്രിക്കും ശാന്തിമാർക്കും മാത്രമേ ഇതിൽ കുളിക്കാൻ അനുവാദമുള്ളൂ. മതിലിന് പുറത്ത് വടക്കു ഭാഗത്ത് പൊതു ആവശ്യങ്ങൾക്കുള്ള ക്ഷേത്രക്കുളം സ്ഥിതി ചെയ്യുന്നു. മതിലിനകത്ത് വടക്കു കിഴക്ക് ഭാഗത്ത് ബ്രഹ്മരക്ഷസ് കുടികൊള്ളുന്നു. വൃത്താകാരത്തിൽ തീർത്ത ഒറ്റനിരയുള്ള ശ്രീകോവിലാണ് പ്രധാന ക്ഷേത്രത്തിനുള്ളത്. കരിങ്കലിൽ തീർത്ത ശ്രീകോവിലിന് ഏകദേശം 160 അടി ചുറ്റളവുണ്ടാവും. ഇതിന്റെ മേൽക്കൂര ചെമ്പ് മേഞ്ഞിട്ടുണ്ട്. മുകളിൽ സ്വർണ്ണ താഴിക്കുടവും ശോഭിച്ചു നിൽക്കുന്നു. അകത്തേക്ക് കയറുവാനുള്ള പടികൾ കരിങ്കലിൽ പണിതത് പിച്ചളയിൽ പൊതിഞ്ഞ് സ്വർണം പൂശി വച്ചിരിക്കുന്നവയാണ്. നേരിട്ട് കയറുവാൻ പറ്റുന്ന രീതിയിലാണ് ഇവയുടെ നിർമ്മിതി. ശ്രീകോവിലിനകത്ത് 5ഓളം മുറികളുണ്ട്. അവയിൽ പടിഞ്ഞാറേ അറ്റത്ത് വിഗ്രഹം പ്രതിഷ്ഠിച്ച ഗർഭഗൃഹം. 4 അടിയോളം ഉയരം വരുന്ന അഞ്ജനാശില നിർമ്മിതമായ വിഗ്രഹത്തിൽ കിഴക്കോട്ട് ദർശനമായാണ് തൃക്കാക്കരയപ്പൻ കുടികൊള്ളുന്നത്. നിൽക്കുന്ന രൂപത്തിലാണ് വിഗ്രഹം. വാമന സങ്കല്പമെങ്കിലും വിഗ്രഹം ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെതാണ്. അകത്ത് 5ഓളം മുറികൾ ഉള്ളതിനാൽ സോപാനത്തു നിന്ന് ഏകദേശം 30 അടി ദൂരം വിഗ്രഹത്തിലേക്കുണ്ട്. ഇത്രയും ദൂരത്തുള്ള പ്രതിഷ്ഠകൾ അപൂർവമാണ്. 4 തൃക്കൈകളിൽ ശംഖ, ചക്രം, ഗദ, താമര എന്നിവ ധരിച്ച് തൃക്കാക്കരയപ്പൻ കുടികൊള്ളുന്നു. ദീർഘചതുരാകൃതിയിലുള്ള ഒറ്റനില ശ്രീകോവിലാണ് ശിവക്ഷേത്രത്തിനുള്ളത്.
ഒരടിയോളം ഉയരം വരുന്ന സ്വയംഭൂവായ ശിവലിംഗം കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്നു. തികഞ്ഞ ശിവഭക്തനായിരുന്ന മഹാബലി ആരാധിച്ചിരുന്നതാണ് ഈ ശിവലിംഗമെന്ന് വിശ്വസിച്ചു വരുന്നു. സ്വയംഭൂലിംഗമായതിനാൽ മിനുക്കുപണികളൊന്നും ഇവിടെ നടത്തിയിട്ടില്ല. ശിവന് പ്രിയപ്പെട്ട കൂവളമാല, തുമ്പപ്പൂമാല, രുദ്രാക്ഷമാല എന്നിവയാണ് പ്രധാന വഴിപാട്. വാമനമൂർത്തിയുടെ ശ്രീകോവിലിന് മുമ്പിൽ ചതുരാകൃതിയിൽ നമസ്കാര മണ്ഡപം പണിതിട്ടുണ്ട്. 20 കാലുകളോടുകൂടിയ നമസ്കാര മണ്ഡപമാണ് ഇവിടെയുള്ളത്. കരിങ്കല്ലിൽ തീർത്ത മണ്ഡപത്തിന്റെ മേൽക്കൂര ചെമ്പ് മേഞ്ഞിട്ടുണ്ട്. മുകളിൽ സ്വർണ്ണ താഴിക്കുടവുമുണ്ട്. മണ്ഡപത്തിന്റെ മച്ചിലും മേൽക്കൂരയിലും ദാരുശില്പങ്ങൾ കാണാം. മണ്ഡപത്തിന്റെ തെക്കുകിഴക്കേ മൂലയിൽ യക്ഷിപ്രതിഷ്ഠയുണ്ട്. വാമനമൂർത്തി ക്ഷേത്രത്തിൽ ഉപദേവതകളായി ശാസ്താവ് ശ്രീകൃഷ്ണൻ, ദുർഗാ ഭഗവതി, യക്ഷിയമ്മ, നാഗദൈവങ്ങൾ, ബ്രഹ്മരക്ഷസ് തുടങ്ങിയവ പ്രതിഷ്ഠകൾ സ്ഥിതി ചെയ്യുന്നു. ശിവക്ഷേത്രത്തിൽ ഉപദേവന്മാരായി ഗണപതി, സുബ്രഹ്മണ്യൻ, ശ്രീ ദുർഗ, പാർവതി തുടങ്ങിയ പ്രതിഷ്ഠകളും സ്ഥിതി ചെയ്യുന്നു. നിത്യേന 5 പൂജകളും 3 ജീവേലികളുമുള്ള ക്ഷേത്രമാണ് തൃക്കാക്കര ക്ഷേത്രവും ശിവക്ഷേത്രവും. ക്ഷേത്രത്തിലെ മുഖ്യ ഉത്സവം ചിങ്ങമാസത്തിൽ അത്തം നാളിൽ കൊടിയേറി തിരുവോണം നാളിൽ ആറാട്ടോടുകൂടി സമാപിക്കുന്ന തിരുവോണ മഹോത്സവമാണ്. ആദ്യകാലത്ത് കർക്കിടകത്തിലെ തിരുവോണം മുതൽ ചിങ്ങത്തിലെ തിരുവോണം വരെ 28 ദിവസം ഉത്സവം ഉണ്ടായിരുന്നു. പിന്നീട് ചിങ്ങമാസത്തിലെ അത്തം നാൾ കൊടിയേറിയുള്ള ഉത്സവമായി ചുരുങ്ങി.